ഏവർക്കും നമസ്കാരം. ജൂൺ 1 ശനിയാഴ്ച മുതൽ ജൂൺ 30 ഞായറാഴ്ച വരെയും നീളുന്ന ഒരു മാസത്തെ ഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശദമായി വിശകലനം ചെയ്യുന്നത്. ഈ ഇംഗ്ലീഷ് മാസത്തിൽ 2 മലയാള മാസവും കലരുന്നു. അതായത് ജൂൺ 14 വരെ ഇടവ മാസവും ജൂൺ 15 മുതൽ മിഥുന മാസവും അടങ്ങുന്നതാണ് ജൂൺ മാസം. അതിൽ തന്നെ ജൂൺ 14 വരെ വലിയ ഒരു സവിശേഷതയ്ക്ക് ഈ ജൂൺ മാസം സാക്ഷ്യം വഹിക്കുന്നു. നവഗ്രഹങ്ങളിലെ പഞ്ചതാരാഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്ന 5 ഗ്രഹങ്ങളിലെ 3 ഗ്രഹങ്ങളും നവഗ്രഹങ്ങളിലെ രാജാവായ സൂര്യനും ഒരു രാശിയിൽ സംഗമിക്കുന്ന അപൂർവമായ ഒരു പ്രതിഭാസം ഇവിടെ നടക്കുന്നു. സൂര്യനെ കൂടാതെ ദേവഗുരുവായ വ്യാഴവും അസുരഗുരുവായ ശുക്രനും നവഗ്രഹങ്ങളിലെ യുവരാജാവും ബുദ്ധികാരകനുമായ ബുധനുമാണ് ഒരു രാശിയിൽ സമ്മേളിക്കുന്നത്. ആ രാശി ശുക്രന്റെ സ്വക്ഷേത്രമായ ഇടവം ആകുന്നു. പഞ്ചതാരാഗ്രഹങ്ങളിലെ മറ്റ് 2 ഗ്രഹങ്ങളായ ശനി കുംഭത്തിലും ചൊവ്വ മേടത്തിലും ജൂൺ മാസത്തിൽ സഞ്ചരിക്കും. രാഹുകേതുക്കൾ യഥാക്രമം മീനത്തിലും കന്നിയിലും സഞ്ചരിക്കുന്നു. ഈ ഗ്രഹനിലയുടെ പശ്ചാത്തലത്തിൽ ജൂൺ മാസം ഓരോ രാശിജാതർക്കും അതിലെ നക്ഷത്രജാതർക്കും എന്തെല്ലാം ഫലങ്ങൾ നൽകും എന്നാണ് യുക്തിസഹമായി ഇവിടെ നാം വിശകലനം ചെയ്യുന്നത്. ആദ്യമായി മേടക്കൂർ. അശ്വതി, ഭരണി, കാർത്തിക, കാൽ എന്നീ നക്ഷത്രങ്ങളാണ് മേടക്കൂറിൽ വരുന്നത്. ഈ രാശിജാതരുടെ 2ാം ഭാവത്തിലാണ് സൂര്യൻ, ബുധൻ, ഗുരു, ശുക്രൻ എന്നീ ചതുർമഹാഗ്രഹങ്ങൾ സംഗമിക്കുന്നത്. ദേവഗുരുവായ വ്യാഴവും അസുരഗുരുവായ ശുക്രനും ഈ രാശിജാതരുടെ 2ാം ഭാവത്തിൽ കൂടിയാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. 2ാം ഭാവം എന്നത് ധനം, വാക്ക് എന്നിവയെ കുറിക്കുന്ന ഭാവം ആകയാൽ ഗുരു ശുക്രന്മാർ ഈ ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നത് ധനപരമായ ഉന്നതി, ധനാഗമം എന്നിവയെ നൽകും. രാശ്യാധിപനായ കുജൻ ഈ കൂറുകാരുടെ ജന്മത്തിൽ സഞ്ചരിക്കുന്ന കാലം ആകയാൽ നല്ല ഊർജ്ജസ്വലത, ഉണർവ്, ആരോഗ്യം എന്നിവയും ഉണ്ടാകും. കൂടാതെ വാക്കിന്റെ മേഖലയിൽ പ്രവർത്തിക്കുന്നവരായ അധ്യാപകർ, അഭിഭാഷകർ, പത്രപ്രവർത്തകർ എന്നിവർക്ക് ഏറെ അനുകൂലമായ സമയമാണ് ഇത്. കൂടാതെ ഈ രാശിജാതരുടെ കളത്രകാരകനായ ശുക്രൻ കുടുംബബന്ധം, ദാമ്പത്യബന്ധം എന്നിവ ഏറെ ഊഷ്മളം ആക്കുന്നു. ബിസിനസ്, ഔദ്യോഗിക രംഗം എന്നിവയിലും ഏറെ ശോഭനമായ ഫലങ്ങൾ ഉണ്ടാകും. മേടക്കൂറുകാരുടെ രാശിയാധിപൻ ജന്മരാശിയായ മേടത്തിൽ സഞ്ചരിക്കുന്നതിനാൽ രോഗപ്രതിരോധ ശേഷി, ആരോഗ്യം, ശരീരസുഖം, ആത്മബലം, ഊർജ്ജസ്വലത എന്നിവ ഉണ്ടാകും. നവഗ്രഹങ്ങളിൽ പ്രധാനിയായ ശനീശ്വരനും ഇവർക്ക് ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ നൽകുന്ന 11ാം ഭാവത്തിലാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. സർവാഭീഷ്ടസ്ഥാനമായ 11ൽ സഞ്ചരിക്കുന്ന ശനി ഈ രാശിജാതർക്ക് കാര്യവിജയം, സ്ഥാനലബ്ധി എന്നിവയെ നൽകും. തൊഴിൽ തേടുന്നവർക്ക് അവസരങ്ങൾ ലഭിക്കും. ഉപരിപഠനത്തിനുള്ള അവസരങ്ങളും ഇവർക്ക് വന്നുചേരാം. നിക്ഷേപങ്ങളിൽ നിന്നും ആദായം കിട്ടുന്നതാണ്. അവിവാഹിതരായ വ്യക്തികൾക്ക് നല്ല വിവാഹാലോചനകൾ ലഭിക്കുന്ന കാലവും ആണ് ഇത്. ജൂൺ 15-ാം തീയതി സൂര്യൻ ഈ രാശിജാതരുടെ 3ാം ഭാവമായ മിഥുനക്കൂറിൽ പ്രവേശിക്കുന്നതോടെ സൂര്യൻ കൂടി അനുകൂലനാകുമ്പോൾ ഇവർക്ക് സമയം ഏറ്റവും മികച്ചതാകും. മാത്രമല്ല സൂര്യൻ ഇടവരാശിയിൽ നിന്നും മാറുന്നതോടെ വ്യാഴത്തിന് മൗഢ്യം മാറി ഏറെ ശക്തി ഉണ്ടാകും. തൽഫലമായി വ്യാഴം ഈ രാശിജാതർക്ക് കൂടിയ അളവിൽ അനുകൂലമായ ഫലങ്ങളും ഗുണാനുഭവങ്ങളും പ്രദാനം ചെയ്യും. 2ാമതായി ഇടവക്കൂർ. കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. ഇടവക്കൂറുകാരുടെ രാശിയാധിപൻ തന്നെയാണ് ശുക്രൻ എന്നത് ശുക്രന്റെ അനുഗ്രഹം ഈ രാശിജാതർക്ക് ഏറ്റവും ലഭിക്കുവാൻ ഇടയാകുന്നു. കൂടാതെ ശുക്രൻ ഈ രാശിജാതരുടെ 6ാം ഭാവാധിപനും ആകുന്നു. വ്യാഴമാകട്ടെ 8ാം ഭാവാധിപനും 11ാം ഭാവാധിപനും ആകുന്നു. ദേവഗുരുവായ വ്യാഴവും അസുരഗുരുവായ ശുക്രനും ജന്മത്തിൽ സഞ്ചരിക്കുമ്പോൾ ആത്മീയപരമായ ഉണർവ്, ഭൗതികമായ സുഖങ്ങൾ എന്നിവ ഉണ്ടാകുന്നു. ധാർമ്മികമായ ചിന്തകൾ, പ്രവൃത്തികൾ എന്നിവയിൽ ഏർപ്പെടുന്നു. ആരോഗ്യപരമായും കുടുംബപരമായും എല്ലാം സുഖവും ക്ഷേമവും ഇക്കാലയളവിൽ ഉണ്ടാകും. എങ്കിലും സൂര്യൻ ജന്മരാശിയായ ഇടവത്തിൽ സഞ്ചരിക്കുന്നത് മാനസികമായ സംഘർഷങ്ങൾ, ടെൻഷൻ എന്നിവ സൃഷ്ടിച്ചേക്കാം. കുജൻ അനിഷ്ടഭാവമായ 12ാം ഭാവത്തിൽ നിൽക്കയാൽ ദൂരയാത്രകൾ, ഡ്രൈവിംഗ് എന്നിവയിൽ നല്ല ഒരു ശ്രദ്ധ പുലർത്തണം.
മാസത്തിന്റെ രണ്ടാം പകുതിയോടെ സൂര്യൻ ജന്മരാശിയിൽ നിന്നും രണ്ടാം ഭാവത്തിലേക്ക് മാറുന്നതോടെ ഇവർക്ക് സമയം അനുകൂലം ആകും. മൂന്നാമതായി മിഥുനക്കൂർ. മകയിരം രണ്ടാം പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. ഈ കൂറുകാരുടെ 12ാം ഭാവത്തിലാണ് സൂര്യൻ, ബുധൻ, വ്യാഴം, ശുക്രൻ എന്നീ 4 ഗ്രഹങ്ങൾ സമ്മേളിക്കുന്നത്. 12ാം ഭാവത്തിലെ ഈ ഗ്രഹസമ്മേളനം അത്ര അനുകൂലമായ ഫലങ്ങളെ നൽകാറില്ല. പ്രത്യേകിച്ചും 12ാം ഭാവം എന്നത് ചെലവുകളുടെ ഭാവം ആകയാൽ ചെലവുകൾ കൂടുന്ന അവസ്ഥ സംജാതമാകാം. എന്നാൽ ഈ ഭാവത്തിൽ ജൂൺ 14 വരെയും ഗുരു ശുക്ര സംയോഗം നടക്കുന്നതിനാൽ അത് ഗുണാനുഭവങ്ങളെ നൽകും. ചെലവുകൾ ഉണ്ടാകുമെങ്കിലും അത് ശുഭകരമായ ചെലവുകളായി മാറുന്നതാണ്. ആഡംബരമായ വസ്തുക്കൾക്കോ ഉപരിപഠനത്തിനോ വിദേശയാത്രകൾക്കോ വേണ്ടി ധനം ചെലവഴിക്കുവാൻ സാധ്യത ഏറെയാണ്. എന്നാൽ ഈ ചെലവുകൾ ശുഭകരമായ ചെലവുകൾ ആണെന്ന് ഓർക്കുക. ഭൂമി, വീട് എന്നിവ വാങ്ങുവാൻ ഉദ്ദേശിക്കുന്നവർക്ക് അനുകൂലമായ നീക്കങ്ങൾ നടത്തുവാൻ കഴിയുന്ന കാലമാകും ഇത്. നാലാമതായി കർക്കിടകക്കൂർ. പുണർദം കാൽ, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. ഈ രാശിജാതരുടെ 11ാം ഭാവത്തിലാണ് സൂര്യൻ, ബുധൻ, ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ ഭാഗികമായും വ്യാഴം പൂർണ്ണമായും സഞ്ചരിക്കുക. ഈ കൂറുകാരുടെ 11ാം ഭാവത്തിലാണ് ഗുരു ശുക്ര സംയോഗം നടക്കുന്നത്. ഈ ഭാവത്തിൽ ദേവഗുരുവും അസുരഗുരുവും ഒരുപോലെ ഗുണാനുഭവങ്ങളും അനുഗ്രഹങ്ങളും നൽകുന്നു. ധനപരമായി നല്ല ഉന്നതി, സാമ്പത്തികമായ കാര്യങ്ങളിൽ നല്ല അച്ചടക്കം, ഭദ്രത എന്നിവ ഉണ്ടാകും. ഈ രാശിജാതർ തുടങ്ങുന്ന നൂതനമായ സംരംഭങ്ങൾ, ബിസിനസ് എന്നിവ വിജയത്തിൽ എത്തുമെന്നത് തീർച്ചയാണ്. കൂടാതെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിന്നും നല്ല ലാഭം ഇവർക്ക് ഉണ്ടാകുവാൻ സാധ്യത ഉണ്ട്. ഭൂമി വിൽക്കുവാൻ ഉദ്ദേശിക്കുന്നവർക്കും ഭൂമി, ഗൃഹം എന്നിവ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്കും അതിലേക്കുള്ള നീക്കങ്ങൾ നടത്തും. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകളും ഏറെ പുരോഗതി കൈവരിക്കുന്ന കാലമാണ് ഇത്. കുടുംബത്തിലും ഏറെ സുഖം, സ്നേഹം, സമാധാനം, ക്ഷേമം എന്നിവ ഇക്കാലത്ത് ഉണ്ടാകുന്നതാണ്. എന്നാൽ ജൂൺ മാസം പകുതിയോടെ സൂര്യൻ സർവാഭീഷ്ടസ്ഥാനമായ 11ാം ഭാവത്തിൽ നിന്നും ചെലവിന്റെ ഭാവമായ 12ലേക്ക് പ്രവേശിക്കുമ്പോൾ അത് പ്രതികൂലമായ ഫലങ്ങൾ, അധിക ചെലവുകൾ, ദൂരയാത്രകൾ, അലച്ചിൽ എന്നിവയ്ക്ക് കാരണമാകാം. അതിനാൽ ഒരു കരുതൽ ഇവർ പുലർത്തുക. കൂടാതെ ജൂൺ 2ാം വാരത്തോടുകൂടി ഗുരു ശുക്ര സംയോഗവും മാറുന്നതോടെ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളും ഉടലെടുക്കാമെന്നതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ ഇവർ നല്ല ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. അഞ്ചാമതായി ചിങ്ങക്കൂർ. മകം, പൂരം, ഉത്രം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. ഈ കൂറുകാരുടെ 10ാം ഭാവത്തിലാണ് ജൂൺ പകുതി വരെയും സൂര്യൻ, ബുധൻ, ശുക്രൻ, വ്യാഴം എന്നീ ഗ്രഹങ്ങൾ യോഗം ചെയ്ത് നിൽക്കുന്നത്. 10ാം ഭാവം എന്നാൽ കർമ്മഭാവം ആകുന്നു. അതുകൊണ്ട് തന്നെ കർമ്മരംഗത്ത് ഏറെ പുഷ്ടിയും പുരോഗതിയും ഉണ്ടാകുന്ന മാസമാകും ഇത്. കർമ്മഭാവമായ 10ാം ഭാവത്തിൽ ഗുരുശുക്രന്മാർ ജൂൺ 12ാം തീയതി വരെയും യോഗം ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇത് കർമ്മരംഗം, ഔദ്യോഗിക മേഖല എന്നിവയിൽ ഏറെ ഉയർച്ചയെ പ്രദാനം ചെയ്യും. ഔദ്യോഗിക മേഖലയിൽ അംഗീകാരം, മേലധികാരികളുടെ പ്രീതി, പ്രമോഷൻ എന്നിവയ്ക്ക് സാധ്യത ഏറെയാകും. ധനപരമായ ഉയർച്ച, സാമ്പത്തികമായ ഭദ്രത എന്നിവയും ഇക്കാലത്ത് ഉണ്ടാകും. മാസത്തിന്റെ 2ാം പകുതിയോടെ ഇവരുടെ രാശ്യാധിപൻ കൂടിയായ സൂര്യൻ സർവാഭീഷ്ടസ്ഥാനമായ 11ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി ഇവരുടെ നേട്ടങ്ങൾക്ക് തിളക്കം ഏറുന്നു. അത് ധനോന്നതി, സർവകാര്യ വിജയം എന്നിവ നേടിക്കൊടുക്കുകയും ചെയ്യുന്നു. ആറാമതായി കന്നിക്കൂർ. ഉത്തരം മുക്കാൽ, അത്തം, ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. ഈ കൂറുകാരുടെ 9ാം ഭാവത്തിലാണ് ചതുർഗ്രഹ സമ്മേളനം നടക്കുന്നത്. 9ാം ഭാവം എന്നാൽ ഭാഗ്യഭാവം. ഈശ്വരകടാക്ഷം, പിതൃപുണ്യം, ഗുരുകടാക്ഷം എന്നിവയും ഈ ഭാവത്തെ കൊണ്ടാണ് ചിന്തിക്കുന്നത്. 9ാം ഭാവത്തിൽ ദേവഗുരുവും അസുരഗുരുവും സംഗമിക്കുമ്പോൾ 9ാം ഭാവം ഏറെ പുഷ്ടിപ്പെടുന്നു. അഭീഷ്ടസിദ്ധി, ആത്മീയമായ പുരോഗതി, തീർത്ഥാടനം, ജ്ഞാനസമ്പാദനം എന്നിവയെല്ലാം ഈ കാലയളവിൽ ഉണ്ടാകുന്നു. ഈ കൂറുകാരുടെ മുടങ്ങിക്കിടക്കുന്ന പ്രവർത്തികൾ, സംരംഭങ്ങൾ എന്നിവയെല്ലാം വീണ്ടും സജീവം ആകുന്നു. അധ്യാപന വൃത്തിയിൽ ഏർപ്പെടുന്നവർക്ക് ഏറെ അനുകൂലമായ സമയമാണ് ഇത്. 4ാം ഭാവാധിപനായ വ്യാഴം കുടുംബത്തിൽ സന്തോഷം, സൗഖ്യം, ക്ഷേമം എന്നിവയെ നൽകും. 7ാം ഭാവം പുഷ്ടിപ്പെടുന്നതിലൂടെ ദാമ്പത്യബന്ധം, പാർട്ട്ണർഷിപ്പ് ബിസിനസ് എന്നിവ ഏറെ സുദൃഢവും സുഗമവും ആകുന്നു. കൂടാതെ 6ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി ഇവരുടെ കടങ്ങൾ, ദുരിതങ്ങൾ, ശത്രുശല്യം എന്നിവയെ നീക്കുകയും ചെയ്യുന്നു. 7ാമതായി തുലാക്കൂർ.
ചിത്തിര രണ്ടാം പകുതി, ചോതി, വിശാഖം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. ഈ കൂറുകാരുടെ 8ാം ഭാവത്തിലാണ് ചതുർഗ്രഹങ്ങൾ സമ്മേളിക്കുന്നത്. ഇത് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളെ നൽകും. 8ാം ഭാവത്തിൽ കൂടി ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നത് പൊതുവെ അനുകൂലം അല്ല. എന്നാൽ ഇവിടെ ഇടവത്തിൽ ഗുരു ശുക്ര സംഗമം അനുകൂലമായ ഫലങ്ങളെ ഈ രാശിജാതർക്ക് നൽകുന്നതാണ്. എങ്കിലും അതേ ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നത് ഈ ഗ്രഹങ്ങളുടെ തിളക്കം കുറയ്ക്കുന്ന അവസ്ഥ അഥവാ മൗഢ്യാവസ്ഥ സൃഷ്ടിച്ചേക്കാം. ഗുരു ശുക്രയോഗത്താൽ മാനസികമായ പരിവർത്തനങ്ങൾ, ആത്മീയമായ ഉന്നതി, ശാരീരികമായ സുഖം എന്നിവ ലഭിക്കുന്ന കാലമാണ് ഇത്. എന്നാൽ സൂര്യൻ അഷ്ടമത്തിൽ നിൽക്കുന്നത് പ്രതികൂലമായ ഫലങ്ങളെ നൽകുവാൻ സാധ്യതയുണ്ട്. ഇടയ്ക്കിടെ ആത്മവിശ്വാസം ചോർന്നു പോകുന്നത് പോലെ തോന്നും. അതുകൊണ്ട് തന്നെ മത്സര പരീക്ഷകളിലും അഭിമുഖങ്ങളിലും മറ്റും കഴിവുകൾ പൂർണ്ണമായി പുറത്തെടുക്കുവാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നുചേരും. 8ാമതായി വൃശ്ചികക്കൂർ. വിശാഖം, കാൽ, അനീഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. ഈ കൂറുകാരുടെ 7ാം ഭാവത്തിലാണ് ചതുർഗ്രഹങ്ങൾ ആദ്യ 2 വാരം സംഗമിക്കുന്നത്. ഈ കൂറുകാരുടെ രാശ്യാധിപനായ ചൊവ്വ 6ാം ഭാവത്തിൽ നിലകൊള്ളുന്നത് ഏറെ അനുകൂലമാണ്. 6ലെ ചൊവ്വ ശത്രുക്കൾ, രോഗം, കടങ്ങൾ എന്നിവയെ ഉന്മൂലനം ചെയ്യുന്നു. സ്വന്തം ക്ഷേത്രത്തിൽ ബലവാനായി നിലകൊള്ളുന്ന ചൊവ്വ ആത്മബലം, ആത്മവിശ്വാസം, ഊർജം, ധൈര്യം എന്നിവയെ നൽകുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ ആശയക്കുഴപ്പങ്ങൾ നീങ്ങുന്നു. കർമ്മങ്ങൾ ലക്ഷ്യപ്രാപ്തിയിൽ എത്തുന്നു. പ്രതിസന്ധികളെ ധീരമായി തരണം ചെയ്യുന്നു. കൂടാതെ 7ാം ഭാവത്തിൽ സംഗമിക്കുന്ന ഗുരുശുക്രന്മാർ ആ ഭാവത്തിന് പുഷ്ടി നൽകുന്നു. 7ാം ഭാവം എന്നത് കളത്രഭാവമെന്ന് അറിയപ്പെടുന്നു. 7ാം ഭാവം പുഷ്ടിപ്പെടുക എന്ന് പറയുമ്പോൾ വ്യക്തിബന്ധങ്ങൾ, ദാമ്പത്യബന്ധങ്ങൾ, സുഹൃത്ത് ബന്ധങ്ങൾ എന്നിവ പുഷ്ടിപ്പെടുന്നു. പ്രണയസാഫല്യം, വിവാഹം എന്നിവയും ഇക്കാലത്ത് ഉണ്ടാകുന്നു. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകൾ ഏറ്റവും പുരോഗതി ഇക്കാലത്ത് പ്രാപിക്കുന്നു. 9ാമതായി ധനുക്കൂർ. മൂലം, പൂരാടം, ഉത്രാടം, കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത്. ഈ കൂറുകാരുടെ 6ാം ഭാവത്തിലാണ് 4 മഹാഗ്രഹങ്ങൾ സമ്മേളിക്കുന്നത്. സൂര്യനാകട്ടെ ഈ മാസം പകുതി വരെയും 6ാം ഭാവത്തിലും തുടർന്ന് 7ാം ഭാവത്തിലും സഞ്ചരിക്കുന്നതാണ്. 6ാം ഭാവത്തിൽ നടക്കുന്ന ഈ ഗ്രഹസംഗമം ഇവർക്ക് ഏറെ അനുകൂലമായ ഫലങ്ങളെ നൽകും. വളരെയധികം ഊർജ്ജസ്വലത, ആത്മബലം, ആത്മവിശ്വാസം, ധൈര്യം എന്നിവ ഇക്കാലത്ത് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ശത്രുക്കൾ, പ്രതിസന്ധികൾ, പ്രതികൂലമായ സാഹചര്യങ്ങൾ എന്നിവയെ ഈ രാശിജാതർ ഫലപ്രദമായി നേരിടും. ഉണർവോടും ഓജസ്സോടും കൂടി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും. അതുകൊണ്ട് തന്നെ ഔദ്യോഗിക മേഖലയിലും അഭിനന്ദനം, അംഗീകാരങ്ങൾ എന്നിവ ലഭിക്കും. പ്രത്യേകിച്ചും മാസത്തിന്റെ ആദ്യ പകുതി ഇവർക്ക് ഏറെ അനുകൂലമായ ഫലങ്ങൾ വന്നുചേരും. എന്നാൽ 2ാം പകുതിയോടെ ഈ അനുകൂലമായ ഫലങ്ങൾക്ക് ഒരു മറവ് വരുന്നു. കാരണം സൂര്യൻ 2ാം വാരത്തോടെ തന്റെ അനിഷ്ടഭാവങ്ങളിൽ ഒന്നായ 7ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു. അത് ചെറിയ ദേഹാസ്വസ്ഥ്യങ്ങൾ, ദാമ്പത്യത്തിൽ അസ്വാരസ്യങ്ങൾ, പ്രണയബന്ധങ്ങളിൽ വിള്ളലുകൾ എന്നിവയെ സൃഷ്ടിച്ചേക്കാം. അതിനാൽ 2ാം വാരം തൊട്ട് ഒന്ന് കരുതലോടെ, മനസ്സംയമനത്തോടെ ഈ രാശിജാതർ നീങ്ങേണ്ടതാണ്. 10ാമതായി മകരക്കൂർ. ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. മകരക്കൂറുകാരുടെ 5ാം ഭാവത്തിലാണ് 4 പ്രധാന ഗ്രഹങ്ങൾ സംഗമിക്കുന്നത്. സൂര്യൻ ഈ രാശിജാതരുടെ 5ാം ഭാവത്തിൽ മാസത്തിന്റെ ആദ്യ പകുതിയും തുടർന്ന് 6ാം ഭാവത്തിലും സഞ്ചരിക്കുന്നു. ഈ കൂറുകാർക്ക് ഈ മാസം ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങൾ ഉണ്ടാകും. അതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് സൂര്യനാണ്. സൂര്യന്റെ 5ാം ഭാവത്തിലൂടെയുള്ള സഞ്ചാരം ഇവർക്ക് പൊതുവെ പ്രതികൂലമായ ഫലങ്ങളായ രോഗം, മാനസികമായ പീഡകൾ, സന്താനങ്ങൾക്ക് ദുരിതം, രോഗങ്ങൾ എന്നിവയെ ഉണ്ടാക്കുവാൻ സാധ്യത ഉണ്ട്. എന്നാൽ സൂര്യൻ 2 വാരങ്ങൾക്ക് ശേഷം ഇടവരാശിയിൽ നിന്നും മിഥുനരാശിയിലേക്ക് മാറുമ്പോൾ ഇവർക്ക് കാര്യങ്ങൾ സുഗമമായി ഭവിക്കും. അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരും. സൂര്യൻ 6ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിന്റെ ഫലമായി രോഗങ്ങളിൽ നിന്നും മുക്തി നേടി ആരോഗ്യം വീണ്ടെടുക്കും. ശത്രുക്കൾ, മറ്റു ദുരിതങ്ങൾ എന്നിവയ്ക്കെല്ലാം ശമനം ഉണ്ടാകും. കുടുംബത്തിൽ സന്തോഷം, സമാധാനം എന്നിവ ഉണ്ടാകും. ഈ മാസത്തിന്റെ ആദ്യ 2 വാരം 5ാം ഭാവത്തിൽ സംഗമിക്കുന്ന ഗുരുശുക്രന്മാർ ഈ രാശിജാതർക്ക് ഏറെ അനുകൂലമായ ഫലങ്ങൾ നൽകുന്നതിനാൽ സൂര്യൻ നൽകുന്ന ദോഷകരമായ ഫലങ്ങളുടെ കാഠിന്യം വളരെയധികം കുറയും. ഉപരിപഠനം, വിദേശത്ത് ജോലി, വിദേശത്ത് യാത്ര എന്നിവയ്ക്കും ഈ കാലത്ത് സാധ്യതകൾ വന്നുചേരാം. സഹോദരന്മാരുമായി നല്ല ബന്ധം,
ഐക്യം എന്നിവയും ഇക്കാലത്ത് ഉണ്ടാകും. 11 കുംഭക്കൂർ. അവിട്ടം 2-ാം പകുതി, ചതയം, പൂരോരുട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത്. ഈ രാശിജാതരുടെ 2-ാം ഭാവത്തിലാണ് സൂര്യ, ബുധ, ഗുരു, ശുക്രന്മാർ സംഗമിക്കുന്നത്. കുംഭക്കൂറുകാർക്ക് ഗുണങ്ങൾ കുറഞ്ഞും ദോഷങ്ങൾ അധികരിച്ചും ഈ മാസം ഉണ്ടാകും. കാരണം സൂര്യൻ 4-ാം ഭാവത്തിലും 5-ാം ഭാവത്തിലും ആയാണ് ഈ മാസം മുഴുവൻ സഞ്ചരിക്കുക. സൂര്യന്റെ അനിഷ്ടഭാവങ്ങളാണ് ഈ 2 ഭാവങ്ങളും. അപ്പോൾ അത് പ്രതികൂലമായ ഫലങ്ങളെ നൽകും. ശരീരക്ലേശം, മാനസികമായ സ്വാരസ്യങ്ങൾ എന്നിവ ഉണ്ടാകാം. തീരുമാനങ്ങൾ എടുക്കുവാൻ കാലവിളംബം വന്നു ചേരാം. തടസ്സങ്ങൾ, പരാജയങ്ങൾ എന്നിവ നേരിടുവാൻ സാധ്യതയുള്ളതിനാൽ പുതിയ സംരംഭങ്ങൾ, ബിസിനസ്സുകൾ എന്നിവയൊന്നും തുടങ്ങരുത്. സഹപ്രവർത്തകരിൽ നിന്നും നിസ്സഹകരണം പ്രതീക്ഷിക്കാം. അതുമൂലം ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥ തൊഴിലിടത്ത് വന്നുചേരാം. സന്താനങ്ങളുടെ ആരോഗ്യത്തിലും ഈ മാസം നല്ല ഒരു കരുതൽ പുലർത്തണം. സൂര്യൻ നൽകുന്ന ഈ പ്രതികൂലമായ അവസ്ഥകളിലും ഇവർക്ക് അനുകൂലമായ ഫലങ്ങൾ ഗുരുശുക്രന്മാർ നൽകും. ഗുരുശുക്രന്മാരുടെ 4-ാം ഭാവത്തിലെ സംഗമം കുടുംബത്തിൽ സ്നേഹം, ഐക്യം, പരസ്പരധാരണ എന്നിവ ഉണ്ടാക്കും. മനസ്സ്, പ്രാർത്ഥന, ആത്മീയമായ കാര്യങ്ങൾ എന്നിവയിൽ മുഴുകുമ്പോൾ സമാധാനവും വന്നു ഭവിക്കും. എന്നാൽ ജൂൺ 12 ഈ സംഗമം അവസാനിക്കുമ്പോൾ പ്രതികൂലമായ അനുഭവങ്ങൾ നേരിടേണ്ടി വന്നേക്കാം എന്നതിനാൽ ഈ രാശിജാതർ കരുതലോടെ നീങ്ങുക. മനസ്സംയമനത്തോടെ കാര്യങ്ങളെ നോക്കിക്കാണുക. അവസാനത്തേതും 12-ാമത്തേതുമായ മീനക്കൂർ. പൂരോരട്ടാതി, കാൽ, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത്. ഈ കൂറുകാരുടെ 3-ാം ഭാവത്തിലാണ് ചതുർഗ്രഹങ്ങൾ സമ്മേളിക്കുന്നത്. 3-ാം ഭാവത്തിൽ ഇപ്പോൾ സഞ്ചരിക്കുന്ന സൂര്യൻ ഈ രാശിജാതർക്ക് അനുകൂലമായ ഫലങ്ങളെ പ്രദാനം ചെയ്യും. ആരോഗ്യം, ശാരീരികമായ സൗഖ്യം എന്നിവ 3-ൽ സഞ്ചരിക്കുന്ന സൂര്യൻ നൽകും. കൂടാതെ ഔദ്യോഗിക രംഗത്ത് സ്ഥാനലാഭം, പുതിയ പദവികൾ എന്നിവ ലഭിക്കും. ധനപരമായും പുഷ്ടി ഉണ്ടാകും. എന്നാൽ മാസത്തിലെ 2-ാം പകുതിയോടെ സൂര്യൻ മിഥുനരാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ശാരീരിക സൗഖ്യം കുറയും. ശരീരം രോഗഗ്രസ്തമാകുവാൻ സാധ്യത ഉണ്ടാകും. 3-ാം ഭാവത്തിൽ നടക്കുന്ന ഗുരു ശുക്ര സംയോഗം ഈ രാശിജാതർക്ക് ആദ്യ 2 വാരം ഗുണാനുഭവങ്ങളെ നൽകും. 3-ാം ഭാവം എന്നത് സഹോദരഭാവം എന്നും അറിയപ്പെടുന്നു. കൂടാതെ ആത്മബലം, ആത്മവിശ്വാസം എന്നിവയെയും 3-ാം ഭാവം കുറിക്കുന്നു. സഹോദരന്മാർ, ബന്ധുക്കൾ എന്നിവരുമായി നല്ല ബന്ധം പുലർത്തുന്ന കാലമാണ് ഇത്. കൂടാതെ ആത്മബലവും മനോവീര്യവും ഏറ്റവും അധികം ഈ സമയത്ത് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ പുതിയ സംരംഭങ്ങൾ, ആശയങ്ങൾ എന്നിവ ഇക്കാലത്ത് പൂവണിയുന്ന കാലം ആകും. കൂടാതെ ഔദ്യോഗികപരമായും ഏറെ അനുകൂലമായ സമയമാണ് ഇത്. പഠനം, ഉപരിപഠനം, ആശയവിനിമയവുമായി ബന്ധപ്പെട്ട മേഖലകൾ എന്നിവ ഏറ്റവും ഇക്കാലത്ത് മികച്ചതാകും. അപ്പോൾ ഇടവരാശിയിൽ സൂര്യൻ, ബുധൻ, ഗുരു, ശുക്രൻ എന്നീ മഹാഗ്രഹങ്ങളുടെ സമ്മേളനവും സഞ്ചാരവും നടക്കുന്ന ഈ ജൂൺ മാസം മേൽപ്പറഞ്ഞ അനുഭവങ്ങൾ 12 രാശിജാതർക്കും അതിലെ നക്ഷത്രജാതർക്കും ഉണ്ടാകാം. സ്വന്തം ഗ്രഹനിലയിലുള്ള ഈ ചതുർഗ്രഹങ്ങളുടെ സ്ഥിതി, ക്ഷേത്രബലം എന്നിവയ്ക്കനുസരിച്ച് ഈ പറഞ്ഞ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. ഈ വിവരണം നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ ഈ ചാനൽ ലൈക്ക് ചെയ്യണേ. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ഏവർക്കും ഈശ്വരന്റെ അനുഗ്രഹാശിസുകൾ നേർന്നുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നിർത്തുന്നു. നന്ദി, നമസ്കാരം.